24 എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ശബ്ദരേഖ വിവാദത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിനെ തള്ളിയ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭ്യൂഹങ്ങൾ പരത്തേണ്ട ആവശ്യമില്ലെന്നും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാർട്ടി ചെയർമാനാണെന്നും റോഷി അഗസ്റ്റിൻ 24നോട് പറഞ്ഞു. അതിനകത്ത് അത്ഭുതാവകമായിട്ടൊന്നുമില്ല. ഇതിനകത്ത് ഇടപെടാനുള്ള തീരുമാനം എടുക്കാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ അഭ്യൂഹങ്ങൾ കേട്ടില്ല സംസാരിക്കുന്നത്. ഈ വായുവിലുള്ള അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കമ്മിറ്റി സംസാരിച്ച് വിവരമായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ സൗണ്ടാണെന്ന് പോലും ഇനി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടക്കാത്തൊരു കാര്യത്തിന് തടയിടേണ്ട കേസില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ച് ഞങ്ങളെടുക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനങ്ങളെല്ലാം കൃത്യതയോടുകൂടി പാർട്ടി ചെയർമാൻ യഥാസമയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ചെയർമാൻ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറത്തോട്ട് സെന്റൻസ് അതിനകത്ത് പറയാനില്ല. എസ് വിനേഷ് കുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. വിനേഷ്, ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ സംബന്ധിച്ച കാര്യങ്ങൾ വലിയ വിവാദമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഇടതു മുന്നണിയിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചു നിർത്തിയത് റോഷി അഗസ്റ്റിനാണെന്നും അതുകൊണ്ട് റോഷിക്ക് എല്ലാ പിന്തുണയും നൽകി ജയിപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഒക്കെ പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടേത് എന്ന് പറഞ്ഞ് പുറത്തു വന്നത്. ഈ ശബ്ദരേഖ തൻ്റെതല്ല എന്ന് CV വർഗീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഇതിനോട് എങ്ങനെയാണ് റോഷി അഗസ്റ്റിൻ പ്രതികരിക്കുന്നത്? അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുന്ന ഒന്നായിട്ടാണോ അദ്ദേഹം ഇതിനെ കാണുന്നത്? ഈ ശബ്ദരേഖ CV വർഗീസിൻ്റെതല്ല എന്നാണോ റോഷി ഇന്ന് പറഞ്ഞത്? GK, അതിൽ റോഷി പറയുന്ന ഒരു കാര്യം, ഇത് മുമ്പ് ഇത്തരത്തിൽ കേരള കോൺഗ്രസിനെതിരെ നിരവധി ആരോപണങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒപ്പം തന്നെ ഈ ശബ്ദരേഖ അദ്ദേഹത്തിൻ്റെ അല്ല, അതായത് CV വർഗീസിൻ്റെ അല്ല എന്നൊന്നും റോഷി അഗസ്റ്റിൻ എന്തായാലും പറയുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പലവരും പരത്തുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് കേരള കോൺഗ്രസ് എം ഒരു കാരണവശാലും LDFിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഉണ്ടായാലല്ലേ ഞാനതിൽ തടയിടേണ്ടതുള്ളൂ. ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല, അത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുമില്ല. കാരണം അത്തരത്തിലൊരു ചർച്ചകൾ ഉണ്ടായിട്ടില്ല. UDFിലേക്ക് കേരള കോൺഗ്രസ് എം പോകുന്നതിനെ കുറിച്ച് ചർച്ച ഉണ്ടായാലല്ലോ തടയിടാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ CV വർഗീസിൻ്റെതെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് UDFിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് അതിനെ കൃത്യമായി റോഷി അഗസ്റ്റിൻ തന്നെയാണ് തടയിട്ടത്. അദ്ദേഹത്തിന് ഇടതുപക്ഷം നൽകിയിരുന്ന, അല്ലെങ്കിൽ CPM നൽകിയിരുന്ന ഒരു പിന്തുണയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ കൃത്യമായൊരു നിലപാടെടുത്തത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ടതുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അത് ഈ പറഞ്ഞിരിക്കുന്നത് CV വർഗീസ് അല്ല എന്ന് റോഷി അഗസ്റ്റിൻ എവിടെയും പറയുന്നില്ല. എങ്കിൽ പോലും അത്തരം വാദങ്ങളിൽ, അത്തരം കാര്യങ്ങളിൽ തനിക്ക് താല്പര്യമില്ല, തൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇനി ഒരു വിവാദത്തിന് താനില്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിന് താനില്ല. ചെയർമാൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചെയർമാനാണ്. തനിക്ക് അതിൽ ഇടപെടേണ്ടയോ അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടയോ അതിൽ ആരെയും ബ്ലോക്ക് ചെയ്യേണ്ടയോ താൻ ഇടപെട്ട് ആരെയും തടയേണ്ട ഒരു ആവശ്യമില്ല. തനിക്ക് അത്രത്തോളം താനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കാരണം ചെയർമാനാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗുഡ് ഈവനിംഗ് 24-ൽ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. മറ്റു വാർത്തകളുമായി ഉടനെ തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.